ഇന്ന് ഞാനിവിടെ പോത്തിറച്ചി വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ പോത്തിറച്ചി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുവാണ്. ഇത് ബോൺലെസ് ആയിട്ടുള്ള ഇറച്ചിയാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഈ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരുപാട് കനം കുറച്ചിട്ടൊന്നുമല്ല സ്ലൈസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സൈസിൽ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുവാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുവാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ വറുത്തു പൊടിച്ച പെരിഞ്ജീരകപ്പൊടിയും, അതായത് റോസ്റ്റഡ് ഫെന്നൽ സീഡ് പൗഡറാണിത്. ഇത് മെയിനായിട്ട് നമ്മൾ ഈ പോത്തിറച്ചി വരട്ടിയതിൽ ചേർക്കും. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കത്തില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വേവിച്ചെടുക്കുന്നത്. ഈ പോത്തിറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. ഇനി ഇത് കുക്കർ മൂടി വെയിറ്റ് ഇട്ട ശേഷം 6 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. എൻ്റെ പ്രഷർ കുക്കറിൽ ഇത് 6 വിസിലാകുമ്പോൾ വെന്ത് കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ പ്രഷർ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ മീറ്റ് വേകുന്നത്. ഇതിവിടെ 6 വിസിലായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം കുക്കർ ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വെയിറ്റ് മാറ്റിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇതിൽ നിന്ന് വന്ന ചാറാണ്. ഇനി ഈ ചാറ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കുക്കറിൽ വെച്ച് തന്നെ വറ്റിച്ചെടുക്കും. അതിന് ശേഷമാണ് നമ്മളിത് വരട്ടുന്നത്. ഇനി ഇത് വറ്റിച്ചെടുക്കാം. ഇതിവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ചാറ് വറ്റിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്ത് വേണം ഇത് വറ്റിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലെങ്കിൽ ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിൽ പാകത്തിനുള്ള ഉപ്പുണ്ട്. ഇതിവിടെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വലിയൊരു പാനിലിട്ടിട്ട് ഇത് വരട്ടിയെടുക്കാം. വരട്ടുന്നതിന് തൊട്ട് മുന്നേ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതായത് ഫെന്നൽ സീഡാണിത്, പെരിഞ്ജീരകവും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചതച്ച് ചേർക്കും. ഇതൊന്ന് ക്രഷ് പോലെ ചതച്ചെടുക്കുകയുള്ളൂ, നല്ലതുപോലെ ചതച്ചെടുക്കത്തില്ല. കുരുമുളകൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ആയാൽ മാത്രം മതി. ചെറുതായിട്ട് തരിതരിപ്പായിട്ട് കിടന്നാൽ മതിയാകും. ഈ വരട്ടിയതിന് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇത്രയും മതിയാകും. നമ്മളിത് വരട്ടാൻ വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ കാസ്റ്റ് അയണിൻ്റെ ഒരു വാക്ക് പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകവും കുരുമുളകും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതോടൊപ്പം തന്നെ ഒരു 4-5 വറ്റൽമുളകും കൂടി മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പോത്തിറച്ചി ഇട്ടിട്ട് വരട്ടി കൊടുക്കാം. ഇതിലേക്ക് ഇനി 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കാം. നമ്മളിത് ഇളക്കി തന്നെ വരട്ടിയെടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. നമ്മളിത് വരട്ടി വരുമ്പോഴേക്ക് കളർ ചേഞ്ചായി വരും. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരും. കണ്ടോ, കളർ ഇവിടെ ചേഞ്ചായി വരുന്നുണ്ട്. ഇതിവിടെ നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്.
ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് ഇത് വരട്ടിയെടുക്കും. എൻ്റെ രണ്ടാമത്തെ മോൻ സുൽത്താന് നല്ല വരട്ടിയെടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കുകയാണ്. ഈ ഒരു സ്റ്റേജിൽ കൊപ്ര കൂടി വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിലിപ്പോൾ കൊപ്രയൊന്നും വറുത്തിടുന്നില്ല, അല്ലാതെയാണ് വരട്ടിയെടുക്കുന്നത്. ഇതിവിടെ നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കഷ്ണങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. നല്ല പെരുംജീരകവും കുരുമുളകും ഒക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ് ഈ വരട്ടിയതിന്. എല്ലാം പാകത്തിനുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പോത്തിറച്ചി വരട്ടിയത് ഇവിടെ തയ്യാറായി. ഇത് നല്ല എരിവും മണവും രുചിയും ഒക്കെ ഉള്ള നല്ലൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.